അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത ഒരു നുണയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു നുണ മറ്റൊരു നുണയുടെ ഒരു സബ്സിഡറി ആയിട്ടുള്ള ഒരു നുണയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം വ്ളോഗറുടെ ഒരു നുണ നമ്മൾ പിടിച്ചിരുന്നു. അതിൽ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ മുഹമ്മദ് നബിയെ മക്കയിലുള്ള മുശ്രിക്കുകൾ കൊല്ലാൻ ശ്രമിച്ചതിന് തെളിവില്ല എന്ന് പറഞ്ഞിരുന്നു. അവന് നമ്മൾ 5 തെളിവുകളാണ് കൊടുത്തത്. അപ്പം അതിൽ അയാൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞ അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞത് ഒക്കെ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ പുതിയ നുണയാണ് നമുക്കിനി ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പം അതിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇയാൾ റസൂലിനെ കൊല്ലാൻ ഇവർ ശ്രമിച്ചിട്ടില്ല, അവർ ഭയങ്കര സഹിഷ്ണുക്കളാണെന്നൊക്കെ പറഞ്ഞ ഒരു നുണ പിടിച്ചിട്ടാണ് നമ്മൾ 5ഓളം തെളിവുകൾ കൊല്ലാൻ ശ്രമിച്ചതിനുണ്ട് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തീരെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. സഹിഷ്ണുക്കളാക്കണമെങ്കിൽ പിന്നെ തീരെ കൊല്ലാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ. ഇവർ സംഘടിതമായി ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്ന് വെളുപ്പിക്കാനും തൻ്റെ നുണയെ ഒന്നുകൂടി ഒന്ന് ന്യായീകരിക്കാനും ശ്രമിച്ച് പുതിയൊരു നുണ കൂടി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹുദൈവ വിശ്വാസികൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞു. ഇനി അതിൽ വേറെ കുറച്ച് പിന്നെ ഇയാളുടേതായ രീതിയിൽ കുറച്ചുകൂടി തെളിവ് വേണമെന്നുള്ളതാണ്. അതും തരാം, ആരും വിഷമിക്കരുത്. അതാണ് നമ്മുടെ ഒരു പോളിസി. ആർക്കും വിഷമം ഉണ്ടാവരുത്. എന്താണോ ആവശ്യം അതുള്ളത് നമ്മൾ എന്ത് ചെയ്യും, തരും. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ നുണ പിടിക്കപ്പെട്ടപ്പോൾ പുതിയ നുണയുമായി വരുന്നത്, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻഡ് നുണയാക്കി കൊണ്ടുവരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നുണയായിട്ട് കാണാം. അതൊന്ന് കേട്ടോക്കാൻ തോന്നുന്നു. പിന്നെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നത് എന്താ? മുഹമ്മദിനെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു, മുഹമ്മദിന്റെ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ടു, മുഹമ്മദിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു, മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി ഉമർ പോയില്ലേ, ഹംസ പോയില്ലേ, ഇതൊക്കെയാണ് പിന്നെയുള്ള സംഭവം. എന്റെ ചോദ്യം എന്താ? സംഘടിതമായി മുശ്രിക്കുകൾ, മക്ക ഖുറൈശികൾ ഒന്നടങ്കം, അതായത് കുറെ തെളിവുകൾ നമ്മൾ കൊടുത്തു. പിന്നെ ഉമർലാന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? ഹംസ കൊല്ലാൻ പോയി. ഹംസ സ്വന്തം അളാപ്പാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിനെ നബിസ്വല്ലല്ലാഹു പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മുസ്ലിം ആയിരുന്ന സമയത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ എന്തായാലും കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അപ്പൊ നമ്മളതൊന്നും ഉദ്ധരിച്ചിട്ടില്ല. നമ്മൾ വേറെ 5 തെളിവുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. റസൂലിനെ പിന്നെ ഷാളിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് വരികയും പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അബൂ താലിബിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞ കാര്യം, ഇങ്ങനെയുള്ള 5 തെളിവുകളാണ് പറഞ്ഞത്. അതിനൊന്നും തൊട്ടിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ മക്കയിലുള്ള മുശ്രിക്കുകൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം ഇങ്ങനെ നുണക്ക ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ, ആ വഴുതി അങ്ങ് പോയാൽ പോരാ. ഒന്നാമത്തെ ചോദ്യം, ഈ വളരെ സഹിഷ്ണുക്കളായിട്ടുള്ള പിന്നെ എല്ലാ മര്യാദകളുടെയും അങ്ങേയറ്റമായിട്ടുള്ള ജനാധിപത്യ മര്യാദകളുടെ ഉത്തുംഗതയിലൊക്കെ നിൽക്കുന്ന മക്കയിലുള്ള മുശ്രിക്കുകൾ പിന്നെ സംഘടിതമായിട്ടല്ല എന്നുള്ള ഒരു അതോടെ നിൽക്കട്ടെ, അവിടെ ഇപ്പം തെളിയിച്ചുതരാം. സംഘടിതമായിട്ടല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാനൊക്കെ പാടുണ്ടോ? അതെങ്ങനെയാണ് നിങ്ങളുടെ തിയറി വെച്ച് ഒന്ന് ഈ വീഡിയോയിൽ തന്നെ വേറൊരു ഭാഗത്ത് മുമ്പ് പറയുന്നത് പൂർണ്ണമായി സഹിഷ്ണുത കാണിച്ചവരാണ്, പൂർണ്ണമായ മതസ്വാതന്ത്ര്യം നൽകിയ ആൾക്കാരാണ്. പിന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുക. 5 തെളിവുകൾ നമ്മൾ തന്നെ പറഞ്ഞു. കുറേ തെളിവുകളുടെ പിന്നെ ഒരു ആധിക്യം കാരണം നമ്മൾ 5 ചുരുക്കിയതാണ്. ബാക്കി വേണമെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ചെയ്തുതരാം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അതൊന്ന് വിശദീകരിക്കുക. വളരെ സഹിഷ്ണുക്കളായ ആളുകൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുക? എന്നിട്ട് ഇപ്പം ഇനി അടുത്തതായിട്ട് ആ നുണയെ ഒന്ന് റിഫൈൻ ചെയ്ത് ആയിക്കോട്ടെ, നമ്മൾ പിന്നെ ആ സംഘടിതമായി എന്നുള്ളത് അതൊന്ന് മുഖവിലേക്ക് എടുക്കാം. അയാളുടെ വാചകത്തിൽ അതുള്ളത് കൊണ്ട് അത് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അത് വെച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് അതിനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്ന് കാണാം. സംഘടിതമായി മുഹമ്മദ് തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് കൊലപ്പെടുത്തണം എന്ന് മക്ക ഖുറൈശികൾ തീരുമാനിച്ചതിന്, ചർച്ച ചെയ്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ഇതെന്റെ സ്റ്റേറ്റ്മെന്റാണ്. അത് ഞാൻ അബദ്ധം സംഭവിച്ചൊന്നുമല്ല. അപ്പോൾ അബദ്ധം സംഭവിച്ചൊന്നല്ല. അപ്പോൾ ഇതില് ചെറിയൊരു എന്താ പറയാ, ചതിയിൽ വഞ്ചന എന്നൊക്കെ പറഞ്ഞ മാതിരി കളവിൽ ചെറിയൊരു ട്വിസ്റ്റും കൂടി, അല്ലെങ്കിൽ ചെറിയൊരു വാചകം എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നേരത്തെ അയാൾ പറഞ്ഞത് എന്തായിരുന്നു? മുഹമ്മദ് നബിയെ സംഘടിതമായി മക്കയിലുള്ള മുശ്രിക്കുകൾ കൊല്ലാൻ ശ്രമിച്ചത് ചരിത്രത്തിൽ രേഖയില്ല. ഇതായിരുന്നു സെന്റൻസ്. ഇപ്പം ഉള്ള സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വാചകം എക്സ്ട്രാ അങ്ങോട്ട് ആഡ് ചെയ്തു. അതെന്ന് വെച്ചാൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ തൗഹീദ് പറഞ്ഞ കൊല്ലും എന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല എന്നുള്ളൊരു പുതിയൊരു വാചകം ആഡ് ചെയ്തു. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്നുകൂടി കാണണം. അത് ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച നോണ, അതാണിപ്പം വെളുപ്പിക്കാൻ നോക്കുന്നത്. ആദ്യത്തെ നോണെന്ന് കേൾക്കാം. കഥയുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനെ 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല.
അവിടെ ഇവിടെ തൗഹീദില്ല. തൗഹീദിനെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. തൗഹീദെന്നോ അല്ലെങ്കിൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ വാചകം കൃത്യമായിട്ട് കേൾക്കാം. മക്കയിലുള്ള മുശ്രിക്കുകൾ അതിന് മുമ്പോ ശേഷമോ, അത് ഹിജ്റക്ക് മുമ്പോ ശേഷമോ മുഹമ്മദ് നബിയെ വകവരുത്തണം എന്ന് തീരുമാനിച്ചതിന് അല്ലെങ്കിൽ വകവരുത്താൻ ശ്രമിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ഇപ്പൊ അത് പിടിക്കപ്പെട്ടപ്പോൾ അതിന് നമ്മൾ 5ഓളം തെളിവുകൾ കൊടുത്തപ്പോൾ ഇപ്പം പറയാണ് പുതിയൊരു വാചകം ആഡ് ചെയ്തിട്ട്, അതായത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്ന് പറയുന്നൊരു പുതിയൊരു വാചകം ആഡ് ചെയ്യാൻ. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനെ 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. സംഘടിതമായി മുഹമ്മദ് തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് കൊലപ്പെടുത്തണം എന്ന് മക്ക ഖുറൈശികൾ തീരുമാനിച്ചതിന്, ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിനെ 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. സംഘടിതമായി മുഹമ്മദ് തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് കൊലപ്പെടുത്തണം എന്ന് മക്ക ഖുറൈശികൾ തീരുമാനിച്ചതിന്, ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് എണ്ണമിട്ടുകൊണ്ട് മറുപടി പറയണം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു, സംഘടിതമല്ലാതെ കൊന്നാൽ അത് സഹിഷ്ണുതക്ക് എങ്ങനെയാണ് തെളിവാകുക? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്ന് ആഡ് ചെയ്തത് ആദ്യം പറഞ്ഞത് നുണയാണെന്ന് മനസ്സിലായതുകൊണ്ടാണോ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നുള്ളത് ആദ്യത്തെ വാചകത്തിലല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണയാണോ? അതുകൊണ്ടാണോ ഇപ്പം പുതിയതായിട്ട് ഈ വാചകം ആഡ് ചെയ്തത്? അതൊന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതായത് ആദ്യം പറഞ്ഞത് നുണ ആയതുകൊണ്ട് എനിക്ക് നുണ ആണെന്ന് സമ്മതിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പുതിയൊരു വാചകം ആഡ് ചെയ്തതാണോ അല്ലേ? അത് ആഡ് ചെയ്താലും നുണ തന്നെയാണ്. അത് അടുത്ത ഇതിൽ നമ്മൾ തെളിയിച്ചു തരാം. അപ്പൊ ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ഈ പുതിയ വാചകം ആഡ് ചെയ്തത്? അത് നുണയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആദ്യത്തെ നുണയിലെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ? ആദ്യത്തേത് നുണ തന്നെ ആയിരുന്നെങ്കിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിന് മാപ്പ് പറയുക എന്നുള്ളതാണ്. ഓക്കെ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നുള്ള അടുത്ത നുണ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ വരാം. പക്ഷെ അതല്ലാതെയുള്ള ഈ പറഞ്ഞ നുണ അത് നുണ തന്നെയാണ് എന്ന് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ മാന്യമായി ചെയ്യാനുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സംഘടിതമായി എന്നുള്ളതിലേക്ക് വരാം അല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ ആ ഒരു നുണക്കുള്ള മറുപടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിൽ ചിലത് ഇൻഡിവിജ്വലായിട്ട് കൊല്ലാൻ ശ്രമിച്ചതുണ്ട്. എന്നാൽ അതിൽ 3ഓളം തെളിവുകൾ നമ്മൾ സംഘടിതമായി തന്നെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള തെളിവ് തന്നെയാണ്. 3ഓളം തെളിവുകൾ മക്കയിലെ മുശ്രിക്കുകൾ സംഘടിതമായി തന്നെ ശ്രമിച്ചതിനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്കൊന്ന് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ തെളിവ് തന്നെയായിരുന്നു. പക്ഷെ അതൊന്നുകൂടി നമ്മൾ ആവർത്തിക്കാണ് സംഘടിതമായി ചെയ്തത്. അതിൽ സുറാഖ ബിൻ മാലിക് അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന അന്ന അബാഹു അഖ്ബറഹു അന്നഹു എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖ ഇവിടെ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ്. സുറാഖ പറയാണ്, യഖൂലു ജാഅന റസൂലു കുഫാരി ഖുറൈശിൻ യജഅലൂന ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ ദിയത കുല്ലി വാഹിദിൻ മിൻഹുമ. ഞങ്ങളിലേക്ക് ഖുറൈശ് ഗോത്രത്തിന്റെയാണ്, അവിടെ ഏതെങ്കിലും വ്യക്തികൾ നല്ല പറയുന്നത്. ജാഅന റുസുലു കുഫാരി ഖുറൈശിലെ സത്യനിഷേധികളുടെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ഖുറൈശികളുടെ ദൂതന്മാർ വന്നു എന്നാണ്. അപ്പോൾ ദൂതന്മാരും പ്ലൂറലാണ്, ബഹുവചനാണ്. അയച്ച ആളുകൾ ഖുറൈശ് ഗോത്രം എന്താണ്? പ്ലൂറലാണ്, അതും ബഹുവചനാണ്. ഖുറൈശികളുടെ പ്രതിനിധികൾ ഒരു സംഘമാണ് അയച്ചത്. സംഘത്തെയാണ് അയച്ചത്. ഏത്? ദൂതന്മാരുടെ സംഘത്തെയാണ് അയച്ചത്. അവ എല്ലാ അർത്ഥത്തിലും സംഘടിതമാണ്. ഈവൻ ഒരു ദൂതനാണെങ്കിൽ പോലും സംഘടിതമായ തീരുമാനത്തിനുള്ള തെളിവാണ്. പക്ഷെ ഇവിടെ ദൂതന്മാർ പോലും പ്ലൂറലായി പോയി. എന്നിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് ഈ ദൂതന്മാർ വന്നിട്ട് എന്താണ് പറയുന്നത്? യജഅലൂന ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ ദിയത കുല്ലി വാഹിദി മിൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ അബൂബക്കർ രണ്ടുപേരുടെയും പേരിൽ ഇനാം പ്രഖ്യാപിക്കുകയാണ്, ഒരു ദിയത്ത് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് മൻ ഖതലഹു ഔ അസറഹു. എന്നിട്ട് എന്തിനാണ് ഈ ഇനാം കൊടുക്കുന്നത്? ഒന്നുകിൽ അവരെ കൊല്ലണം, മുഹമ്മദ് നബീനെ അല്ലെങ്കിൽ ഈ അബൂബക്കർ റളിയല്ലാഹുവിനെ, കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹുവിനാണല്ലോ, കൊല്ലണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ബന്ദികളാക്കണം. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ എന്താണ്? നിങ്ങൾ സഹിഷ്ണുതയുള്ളവരാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഇനാം തന്നിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ അവർ പറഞ്ഞു. അവരുടെ ദൂതന്മാർ പറഞ്ഞു, ഖുറൈശ് ഗോത്രത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, സംഘടിതമായിട്ടുള്ള ഗോത്രത്തിന്റെ ദൂതന്മാർ പറഞ്ഞു എന്ന് തന്നെയാണ് ഈ ഹദീസിന് നമ്മൾ മനസ്സിലായി. ഇത് സ്വഹീഹ് ബുഖാരിയിലെ 3906 ഹദീസാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷെ ഇത് തൊട്ടിട്ടില്ല. നമുക്ക് മറുപടി പറയുമ്പോൾ ഇത് തൊട്ടിട്ടില്ല. നാളത്തെ ലൈവിൽ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇതിൽ ഓൾറെഡി നമ്മൾ സംഘടിതമായി ശ്രമിച്ചതിനുള്ള അല്ലെങ്കിൽ സംഘടിതമായി തീരുമാനിച്ചതിനുള്ള തെളിവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്
ഒന്നാമത്തെ ഒരു തെളിവ് അല്ലെ, നമ്മൾ ഒരു തെളിവല്ല പറഞ്ഞത്, ഒന്നാമത്തെ തെളിവിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് സംഘടിതമായി എന്നുള്ളതിന് കൃത്യമായ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നുള്ള വാചകം പിന്നെ ആഡ് ചെയ്താണ്. ആ കളവ് അടുത്തതിലേക്ക് നമുക്ക് എടുക്കാം. പക്ഷേ സംഘടിതമായി തെളിയിച്ചു, സംഘടിതമായി തീരുമാനിച്ചു, അതിനുള്ള ശ്രമം നടത്തി, അതിന് ഇനാം പ്രഖ്യാപിച്ചു എന്നുള്ളതിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തെളിവ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് സംഘടിതമായ തീരുമാനമാണ്, കൊല്ലാനുള്ള ശ്രമമാണ്, കൊല്ലാനുള്ള ഇനാം പ്രഖ്യാപനമാണ്. അത് സംഘടിതം തന്നെയാണ്, വ്യക്തിപരമല്ല. അതെ. ഇനി അടുത്ത തെളിവിലേക്ക് വേറൊരു സംഗതി നമ്മൾ ഇതും മുമ്പ് പറഞ്ഞതാണ്. അതിൽ കൊടുത്തൊരു തെളിവ് എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി വന്നുകൊണ്ട് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, അഖ്ബിർനി ബി അശദ്ദി ഷൈഇൻ സനഅൽ മുശ്രികൂന ബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ഒരു സംഘമാണത്, അതെ. മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ, ചെയ്തതെന്നല്ല, ആ, അവിടെ അതെ. മുശ്രിക്കുകൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ പീഡനം, ഏറ്റവും കഠിനമായ ഉപദ്രവം എന്താണ് എന്നാണ് ചോദിച്ചത്. അത് മാത്രം മതി തെളിവ്. എന്നിട്ട് ആ ഉപദ്രവം എന്താന്ന് പറയണ്ടത്. അതിൽ ഒരു വ്യക്തി വന്നിട്ടാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മുശ്രിക്കുകൾ ഒന്നടങ്ക് ഇതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിലൊരു വ്യക്തിയാണ് ഇപ്പൊ ഇത് ചെയ്തത്. എന്താണ് ചെയ്തത്? മുഹമ്മദ് നബി ഉഖബ ഇബ്നു അബി മുഅയ്ത്ത് എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ അദ്ദേഹത്തിന്റെ ഷാള്, അയാളുടെ ഷാള് കെട്ടിയിട്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അത് സ്വഹീൽ ബുഖാരിയിൽ തന്നെ 3856 ഹദീസിലുള്ള. ഇതില് രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ, ഇയാളുടെ രണ്ടാമത്തെ നുണ, ഇപ്പൊ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ നുണ ഉണ്ടല്ലോ, അതിനുള്ള മറുപടിയും അതേ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അന്തഖൂല റബ്ബി അല്ലാഹ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നാണ് അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചത്. അതായത് റബ്ബി അല്ലാഹ്, അതായത് എന്റെ റബ്ബ് അല്ലാഹു ആണ്, അതായത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ നുണയിൽ, അതായത് ഒന്നാമത്തെ നുണക്കുള്ള തെളിവ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ നുണ, അതായത് അതിനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ രണ്ടാമത്തെ നുണ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടി നമ്മൾ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ മറുപടി കിട്ടുമ്പോൾ അത് പിന്നെ വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, കൃത്യമായി നോക്കും കൂടി ചെയ്യണം. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു മാത്രമാകുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് തന്നെയാണ് ചോദ്യം. അപ്പൊ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് എന്ത് ഈ ഒരു സംഭവം. അപ്പൊ അതിനുള്ള മറുപടിയും അവിടെ ആയിട്ടുണ്ട്, ഓൾറെഡി തന്നതാണ്. നമ്മൾ എക്സ്ട്രാ ഉള്ള ബോണസ് തെളിവുകളൊക്കെ പിന്നെ തരാം. പക്ഷെ ആദ്യം കിട്ടിയ തെളിവിൽ തന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ നുണക്കുമുള്ള മറുപടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വേറെയും ഒരു തെളിവ് നമ്മൾ പറഞ്ഞിരുന്നു. ആ തെളിവ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹിഷാമിന്റെ സീറയിൽ ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ചരിത്രകാരനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സുറാഖന്റെ സംഭവം പറഞ്ഞു. ആ സുറാഖന്റെ സംഭവത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ ഖുറൈശികളെ കൊല്ലാൻ വേണ്ടി. അത് അന്നത്തെ ഒരു ഗോത്ര സംവിധാനത്തിന്റെ ഭാഗമാണ്, അല്ലാതെ മതത്തിന്റെ ഒരു പ്രശ്നമൊന്നല്ല, മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനും മറുപടി ഉണ്ട്, അതും നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന സംഗതി നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അത് പറയാം. ഇബ്നു ഹിഷാമിന്റെ സീറയിലുള്ളതാണ്. ഒന്നാമത്തെ വോളിയം 299 പേജിലുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ പെട്ടെന്ന് കാണാൻ കഴിയും. അതിൽ ഖുറൈശുൻ, അതിലൊരു തലക്കെട്ട് തന്നെ, ആ ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഖുറൈശുൻ തുഅരിദു അമ്മാർ ഇബ്നുൽ വലീദ് അലാ അബി താലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഖുറൈശികൾ അമ്മാർ ഇബ്നു വലീദിനെ അബൂ താലിബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഒരു ഓഫറായി കൊടുക്കുന്നു. അപ്പൊ ആരാണ് ഈ അമ്മാർ ഇബ്നുൽ വലീദ്? ഇതിൽ ഈ സംഭാഷണത്തിൽ നമുക്ക് കാണാം. അതിന്റെ തലക്കെട്ട് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിന്റെ ആശയം എന്ന് പറയുന്നത്, അമ്മാർ ഇബ്നുൽ വലീദ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്കിടയിൽ, ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ വളരെ ശക്തനായ, വളരെ സുന്ദരനായ ഒരു യുവാവായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഈ ഖുറൈശികളെ സംബന്ധിച്ചോളം ഭയങ്കര സഹിഷ്ണു എന്നുള്ള ഈ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചോളം അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകിട്ടണം. അപ്പോൾ അതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം എളാപ്പയായ അബൂ താലിബാണ്. അപ്പോൾ അബൂ താലിബിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടുത്തെ ഒരു സിസ്റ്റം അതാണ്. ഒരു പ്രൊട്ടക്ഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഗോത്രം, ഏതെങ്കിലും ഒരു കുടുംബം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനവർ അംഗീകരിക്കണം എന്നുള്ള അവരുടെ ഇടയിൽ ഒരു സർവാംഗീകൃതമായ ഒരു നിയമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് ആരാണ്? അബൂ താലിബാണ്. അപ്പോൾ അബൂ താലിബിന്റെ അടുക്കലേക്കാണ് ഇവർ ഈ ഓഫർ എടുത്തിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ തലക്കെട്ട് എങ്ങനെ, ഖുറൈശുൻ തുഅരിദു അമ്മാർ ഇബ്നുൽ വലീദ് അലാ അബി താലിബ്, അബൂ താലിബിന്റെ അടുക്കൽ ഓഫർ ഇട്ട് വരാണ്. എന്നിട്ട് അബൂ താലിബിനോട് പറയുന്ന ഇതാണ്, ഞങ്ങളുടെ ആരാധ്യന്മാരെ അധിക്ഷേപിക്കുന്നത്. ഇവരുടെ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, ഇവരുടെ ആരാധ്യന്മാരെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, സ്വന്തം ആദർശം തുറന്നു പറഞ്ഞു. അതാണ് അധിക്ഷേപമായിട്ട് അവർ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാം സ്വപ്നങ്ങളെ തകർത്ത, ഇവരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ
അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവർക്ക് ഒരു അധികാരം, ഖുറൈശികൾക്ക് ഒരു അധികാരം വെക്കാന്നുള്ളൊരു സ്വപ്നം ഇവർക്ക് ഉണ്ടായിരുന്നു. അതിനെ ഇദ്ദേഹം തകർത്തു കളഞ്ഞു. കാരണം ഇദ്ദേഹത്തിന്റെ മതത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മതം ഉപേക്ഷിക്കുകയാണ്, അപ്പോൾ നമ്മുടെ അധികാരം നഷ്ടപ്പെടും, സ്വാധീനം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അബൂ താലിബിന്റെ അടുക്ക് പറയാണ്, ഞങ്ങൾ അമ്മാറെ നിങ്ങൾക്ക് തരാം, നല്ലൊരു യുവാവാണ്, എല്ലാം കൊണ്ട് ഒത്തു വന്നൊരു യുവാവാണ്, പകരം നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനെ ഞങ്ങൾക്ക് വിട്ടുതരാം. എന്നിട്ട് എന്തിനാണ് വിട്ടുതരേണ്ടത്? ഞങ്ങൾ അയാളെ കൊല്ലും, ഞങ്ങൾ അയാളെ കൊല്ലും, മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞങ്ങൾ കൊല്ലും, എന്നിട്ട് അമ്മാറെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അബൂ താലിബ് അവരോട് ചോദിക്കും, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അബൂ താലിബ് അവരോട് പറയാണ്, നിങ്ങൾ എന്ത് നീചമായ കാര്യമാണ് എന്നോട് ആവശ്യപ്പെടുന്നത്? എൻ്റെ സ്വന്തം മകനെ, അതായത് സ്വന്തം മകനെ പോലെയാണ് അബൂ താലിബ് വളർത്തിയത്, എൻ്റെ സ്വന്തം മകനെ നിങ്ങൾക്ക് വിട്ടുതരികയും എന്നിട്ട് നിങ്ങൾ തന്ന ഒരു യുവാവിനെ തീറ്റിപ്പോറ്റി വളർത്തുകയും ചെയ്യണോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഒരു ഇതും സംഘടിതം എന്നുള്ളതിനുള്ള തെളിവ് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ മൂപ്പര് ഇതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ആ ഗോത്രത്തിൽ നിന്ന് വിട്ടുപോയതാണ്. ഇവിടെ മുഹമ്മദ് വിശ്വാസം ഗോത്രത്തിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. ആ ഒരു സമയത്തല്ല, അത് കുറെ മുമ്പ് നടക്കുന്നതാണ്. ആ സമയത്തും അബൂ താലിബിന്റെ അടുക്കൽ വന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവർ കൂട്ടമായിട്ടാണ് വരുന്നത്. ഖുറൈശുൻ തുഅരിദു, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളാണ് വന്നുകൊണ്ട് സംസാരിക്കുന്നത്. സംഘടിതമായിട്ടാണ് വന്ന് സംസാരിക്കുക. അപ്പോൾ ഒരു നിലക്കും രക്ഷയില്ല. ലിയാഖത്തിനെ സംബന്ധിച്ചിടത്തോളം കളവ് പിടിക്കപ്പെട്ടു. ഇനി അത് കൃത്യമായി കളവാണ് എന്ന് സ്വയം ഈ കളവ് പിടിക്കപ്പെട്ടപ്പോൾ കളവിന്റെ ഇടയിലേക്ക് വേറെ കുറെ വാചകം ഉണ്ടാക്കിയിട്ട് പുതിയ കളവ് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു കളവ് പറഞ്ഞാൽ ആയിക്കോട്ടെ, അത് ചിലപ്പം പിന്നെ അത് ഈ റിപ്പോർട്ടുകൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കും പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞാൽ മതി, കളവ് പറഞ്ഞു പോയി അല്ലെങ്കിൽ അത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിൽ പിന്നെ നമ്മൾ വല്ലാതെ പിടിച്ചു കൂടുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ വാചകം കൂട്ടിയപ്പോൾ ഇപ്പൊ എന്താ സംഭവിച്ചത്? വീണ്ടും രണ്ടാമത്തെ ഒരു കളവും കൂടി, അതല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഒരു വാചകം തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അൻ റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം കൊല്ലുകയാണോ എന്നുള്ള ആ തെളിവും കൂടി ആയപ്പോൾ രണ്ടാമത്തെ വേറെ കളവായി. ഇനിയിപ്പോൾ ഈ കളവ് വെളുപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ വേറെ വാചകം കൂടി കെട്ടിയാൽ അത് വേറെ കളവാകും. അതിനുള്ള തെളിവ് നമ്മൾ തരേണ്ടി വരും എന്നുള്ളതല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെറുതെ കിടന്ന് ഇങ്ങനെ വെളുപ്പിക്കാതെ വ്യാഖ്യാന ഫാക്ടറികളായിട്ട് ഇങ്ങനെ പോവാതെ പുതിയ വ്യാഖ്യാനം തന്നെ അതാണ്. അതായത് മതസ്വാതന്ത്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. ആ രൂപത്തിൽ അവർ സഹിഷ്ണുത കാണിച്ചവരായിരുന്നു. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആരാധ്യന്മാരെ അധിക്ഷേപിച്ചപ്പോൾ, നിന്ദിച്ചപ്പോൾ, തെറി വിളിച്ചപ്പോൾ, എന്നിട്ട് ആ തെറി എന്തൊക്കെയാണെന്ന് പറയുന്നത് അത് നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തെറി വിളിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ഇവര് യുദ്ധം ചെയ്യാനും ഇവർ ഉപദ്രവിക്കാനും തുടങ്ങിയത് എന്നുള്ള രൂപത്തിലാണ് ലിയാഖത്ത് സംസാരം. മുഹമ്മദിന്റെ ആരാധനയോടും വിശ്വാസത്തോടും മക്കാ ഖുറൈശികൾ ആദ്യകാലങ്ങളിൽ സഹിഷ്ണുത കാണിച്ചു. ഏതുവരെ? ഇവരുടെ ദൈവങ്ങളെ നിന്ദിക്കുകയും ഇതിനെ നിരാകരിക്കുകയും, അത് മാത്രമല്ല ഇവരുടെ ദൈവവിശ്വാസ സങ്കല്പങ്ങളെ അവിടെ നിന്ന് തുളച്ചു നിൽക്കും എന്ന് മുഹമ്മദ് പ്രഖ്യാപിക്കുന്നത് വരെ. അതില് ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ, അതായത് ഈ തെറി വിളിച്ചപ്പോഴൊക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അതറിയാമായിരുന്നു. പിന്നെ ആദ്യം എന്തിനാണോണ പറഞ്ഞു? ഒരു തെളിവുമില്ല, കൊല്ലാൻ ശ്രമിച്ചതിന് ഒരു തെളിവും ഇല്ല എന്ന് എന്തിനാ പിന്നെ നോണ പറഞ്ഞത്? ആയിക്കോട്ടെ, വാദത്തിന് വേണ്ടി റസൂല് അവരുടെ ആരാധന്മാരെ തെറി വിളിച്ചു തന്നെ വെക്കാം. ആ തെറി വിളിച്ചതിന്റെ പേരിൽ അവർ കൊല്ലാൻ ശ്രമിച്ചു തന്നെ വെക്കാം. അങ്ങനെ വിളിച്ചു തെളിവില്ല. അത് പിന്നെ ദുർബലമായ തെളിവും പിന്നെ പാതി ബുദ്ധിയൊക്കെ മതിയല്ലോ. അപ്പൊ ഏതായാലും അങ്ങനെ വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. റസൂൽ അങ്ങനെ തെറി വിളിച്ചു, എന്നിട്ട് അവർ കൊല്ലാൻ ശ്രമിച്ചു, വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം. എങ്കിൽ പിന്നെ എന്തിനാ ആദ്യത്തെ നുണ പറഞ്ഞത്? ഒരു തെളിവുമില്ല, ചരിത്രത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞത്. എത്ര ആധികാരികതയാണ്! അത്ര ആധികാരികമായി എന്തിനാ നുണ പറയാൻ നിന്നത്? കോൺഫിഡൻസോട് കൂടിയാണ് ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ വളരെ കൃത്യമായി തെളിവിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന എന്താ ചോദിച്ചാൽ, അങ്ങനെ പിന്നെ തെറി വിളിച്ചപ്പോൾ കൊല്ലാൻ ശ്രമിച്ചു, അപ്പൊ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനാ? ദാറ്റ്സ് ഓൾ. അപ്പൊ ഇങ്ങനെയാണ് നുണ പറഞ്ഞ് പിടിക്കപ്പെട്ടാൽ ഇതാണ് അവസ്ഥ. വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരെങ്കിലും സംവാദത്തിന് 5 ലക്ഷം പറ്റിച്ച് അങ്ങനെ ജീവിച്ചാ പോരെ? എന്നിട്ട് ഇതില് വേറൊരു വളരെ രസകരമായ ഒരു ഉപമ പറയുന്നുണ്ട് മൂപ്പര്. ഏതുപോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്, ഇവരെ നിന്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നാളുണ്ട്. എന്നിട്ട് മൂപ്പര് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെ നമുക്ക് പെട്ടെന്ന് വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം നമുക്ക് അതൊന്ന് കേട്ടോക്കാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും, നമുക്ക് കേൾക്കാം. എന്താ സിമ്പിൾ? നമ്മളോടൊക്കെ പല ആളുകളും വിളിച്ച് ചോദിക്കുന്ന എന്താ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് എന്ത് വിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും, മതം മാറാനും മാറാതിരിക്കാനും, മതമില്ലാതെ ജീവിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടല്ലേ ഇന്ത്യയില്? അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമല്ലേ, നിങ്ങൾ ഉണ്ടായിരുന്നാ പോരെ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ നേരെ കുതിര കയറുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുന്നതും, നിങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാവുന്നതും, നിങ്ങൾക്ക് നേരെ ഇവിടെ ബഹിഷ്കരണം ഉണ്ടാവുന്നതും എന്ന് വിശ്വാസികൾ നമ്മളോട് ചോദിക്കാറില്ലേ? ഇല്ലേ? ഇതാണ് അവിടെ സംഭവിച്ചത്. നല്ല ഉദാഹരണമാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ മൂപ്പര് പറഞ്ഞതിനനുസരിച്ച് മൂപ്പരിപ്പ ചെയ്യണം എന്താ? മതവിശ്വാസികളെ വിമർശിക്കുക, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയാ, ഇങ്ങനെ കുറെ സംഗതികൾ.
അപ്പൊ ഇതേപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ അന്നും ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തിനാണോ അല്ല ഈ അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യം? അതെ അതെ ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ അതെ അതെ. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്ന കാര്യമാണ് മുഹമ്മദ് നബി അന്നത്തെ സമൂഹത്തിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ എങ്ങനെ മുസ്ലിങ്ങൾ ചെയ്ത് തെറ്റാവും? തെറ്റാ എങ്ങനെയാണ്? അതായത് ഇയാൾ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നത് വെച്ചാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ ഭയങ്കര സഹിഷ്ണുക്കൾ, അവര് മുഹമ്മദ് നബി വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു, ഒരു സഹികെട്ടിട്ട് ആദ്യം പറഞ്ഞു ഒരു തെളിവില്ല കൊല്ലാൻ ശ്രമിച്ചതിന് എന്നുള്ളത്, പിന്നെ സഹികെട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പിന്നെ അടുത്ത നുണ പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഇയാൾ തന്നെ പറയണത് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്, അതായത് എക്സ് മുസ്ലിംസ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് അന്ന് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പിന്നെ വൃത്തിയേട്ട പരിപാടിയാണ്, അന്ന് മുസ്ലിങ്ങൾ ചെയ്ത വൃത്തിയായ അതെ. പരിപാടിയാണെന്നാണ് മൂപ്പര് അതെ, പറഞ്ഞത്. മഹാവൃത്തിയേട്ട പരിപാടിയാണ്. പിന്നെ മുഹമ്മദ് നബി അന്ന് കൊല്ലാൻ ശ്രമിച്ചു, അത്രയും സഹിഷ്ണുക്കളായ മക്കൾക്കാർ പോലും കൊല്ലാൻ മാത്രം വലിയ തെറ്റാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നാമത് വെച്ചാല് ഇയാൾ പറയുന്ന കേട്ടാ തോന്നുന്ന മുസ്ലിങ്ങൾ ഇയാളെങ്ങനെ കൊന്ന് 5-6 വട്ടം കൊന്ന മാതിരിയാണ് വർത്താനം പറയുന്നത്. ഇവിടെ 24 മണിക്കൂറും വേറെ ഒരു മതത്തിനെയും ഒരാളും വിമർശിക്കാത്ത സമയത്ത് 24 മണിക്കൂറും രാത്രിയാവുമ്പം കുറച്ച് ആൾക്കാർ യൂട്യൂബിൽ കയറുക, മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറി പറയുക, അത് വരുമാന മാർഗമാക്കി എടുക്കുക, അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് പിന്നെ മറ്റു മതങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ മാത്രം ഇപ്പൊ യാസറിനെ പോലെയുള്ള, അതുപോലെ കൊടിഞ്ഞി ഫൈസലിനെ പോലെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ട നാട്ടിൽ നിന്നിട്ടാണ് ഇസ്ലാമിന്റെ വലിയ പ്രശ്നം പറയുന്നത്. അത് അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഈ സാമുദായികമായിട്ട് തിരികെ കയറ്റുന്ന കുറച്ച് വേറെ കുറെ തിരിപ്പുകൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് റസൂല് ചെയ്ത അതേ കാര്യമാണെങ്കിൽ ഒന്നുകിൽ അന്ന് റസൂല് ചെയ്തതും നിങ്ങൾ ചെയ്തതും ഓക്കെ ആവണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പിന്നെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓക്കെ ആവണം. കാരണം എന്താ, അന്ന് റസൂൽ ആ വേണ്ടാത്ത കാര്യം ചെയ്തുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തത്, കൊല്ലാൻ ശ്രമിച്ചത്. അപ്പൊ അത് ഓക്കെ ആവണം. ഇപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഓക്കെ ആവണം. ഏതാണ് ശരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു എന്തിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? ആദ്യം കൊല്ലാൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ കൊല്ലാൻ ശ്രമിച്ചത് പിന്നെ അനാവശ്യം ചെയ്തതിന്റെ പേരിലാണെന്ന് പറഞ്ഞു, പിന്നെ സംഘടിതമായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, സംഘടിതമായിട്ടും അല്ലാതെയും ചെയ്തതിന്റെ പിന്നെ തെളിവ് വന്നു, പിന്നെ ഇപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം എന്നുള്ള വേറെ വാചകം അതിന്റെ ഇടയിൽ തിരികെ കയറ്റം ചെയ്തു, നമ്മൾ തെളിവ് കൊടുത്തു. അതും കൂടി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഒരു നുണ പറഞ്ഞതിന്റെ പേരിലുള്ള എടങ്ങാറല്ലത്? അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പറയണേ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ വല്ലാതെ പിന്നെ കളിയാക്കാനൊന്നും വരില്ല, ആട്ട് സമ്മതിച്ചാളി അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാളി. ഇപ്പൊ അതിനൊക്കെ നല്ല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ജബ്ബാർ റമദാനിന്റെ സമയത്ത് റമദാൻ തുടങ്ങുമ്പോൾ തന്നെ തൗബ ചെയ്ത് തുടങ്ങിയ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തൗബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജബ്ബാറിനെ പോലെ ഒരു തൗബ ആ രൂപത്തിൽ തൗബ ചെയ്താൽ മതി, പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി, ബാക്കി നുണകളും പിന്നെ നമ്മൾ പിടിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതിന്റെ ഉപോത്ബലകമായിട്ട് വരുന്ന വേറെ ബ്രാഞ്ച് ചെയ്ത് വരുന്ന നുണകൾ നമുക്ക് വേറെ പിടിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.